നവോദയ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് HCFനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം LCM എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസ് എടുത്തിരുന്നു. അതെല്ലാവരും നോക്കി പഠിച്ച് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയവർക്കാണ് ഇനി ഈ ക്ലാസ് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും. HCFൻ്റെ ഫുൾ ഫോം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ്. അതിലധികം നമ്പറുകൾ തന്നിരുന്നാൽ ആ നമ്പറുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ഫാക്ടറിനെയാണ് HCF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ HCF ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. HCFൻ്റെ ഡെഫിനേഷൻ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. HCF ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ബോത്ത് ഗിവൺ നമ്പേഴ്സ്. രണ്ടെണ്ണം തന്നിരിക്കുന്നത് രണ്ടെണ്ണത്തിന്, മൂന്നെണ്ണം തന്നിരിക്കുന്നെങ്കിൽ മൂന്നെണ്ണത്തിന്, ബോത്ത് ഗിവൺ നമ്പേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്, ആ മൂന്ന് നമ്പറിനുള്ള രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പറിനെയാണ് HCF എന്ന് പറയുന്നത്. ഈ LCM കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പിടിച്ചതുപോലെ തന്നെ രണ്ട് മെത്തേഡിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിവിഷൻ മെത്തേഡിലും അതുപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലും. അപ്പം ഞാനിവിടെ ഡിവിഷൻ മെത്തേഡിലാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുവാണ് എളുപ്പം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ LCMൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. ഇത് ഡിവിഷൻ മെത്തേഡിലാണ് നമ്മൾ HCF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിവിഷൻ മെത്തേഡ്. ഫൈൻഡ് HCF ഓഫ് 24 and 30. ഫൈൻഡ് HCF ഓഫ് 24 and 30. 24ൻ്റെയും 30യുടെയും HCF ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 24 then 30. 2 കൊണ്ട് ലീസ്റ്റ് കോമൺ ഫാക്ടറാണ് എപ്പോഴും എടുക്കേണ്ടത്. 2ൻ്റെ 12 then 15. ഇനി ഇതിൽ പോകുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ടർ 3 ആണ്. 4 3s are 12, 5 3s are 15. കോമൺ ആയിട്ട് പോകുന്നത് മാത്രം എടുത്താൽ മതി. അപ്പോൾ HCF ഈസ് ഈക്വൽ ടു, കോമൺ ആയിട്ട് രണ്ട് നമ്പറേ പോവുകയുള്ളൂ, 2 into 3 ഈസ് ഈക്വൽ ടു 6. ഇതാണ് HCF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള. അതേസമയം LCM ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 4ഉം 5ഉം കൂടി എടുക്കണമെങ്കിൽ അത് LCM പൂർത്തിയാവുകയുള്ളൂ. ഇനി ഒരു ഹോംവർക്ക് ഇട്ടേക്കാം, LCM കാണാനും അതുപോലെ തന്നെ HCF കാണാനും. ഫൈൻഡ് LCM ഓഫ് 8, 12. ഫൈൻഡ് LCM ഓഫ് 8, 12, 20, 36. Then another question, find HCF of 8, 18, 24. 8, 18, 24. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് പരിശീലിക്കുക. ഈ ചെയ്ത കണക്ക് നോക്കി മനസ്സിലാക്കുക. ഇതുകൊണ്ട് നിങ്ങൾ HCF എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. HCF എന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് ഈ നമുക്ക് തന്നിരിക്കുന്ന 2 3 നമ്പർ തന്നിട്ട് ആ 2 3 നമ്പറിലും പോകുന്ന നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണോ അതായിരിക്കും. ചിലപ്പോൾ പിന്നെ HCF LCM തമ്മിലൊരു പ്രധാന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ LCM വലിയ സംഖ്യയായിരിക്കും, HCF താരതമ്യേന ചെറിയ സംഖ്യ ആയിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അതുകൊണ്ട് ഇവിടെ 6 കിട്ടിയുള്ളൂ, ഇത് ചെറിയ സംഖ്യയാണ്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ദിവസം നമുക്ക് കാണാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു.